പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ തിരുനാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ തിരുവചനം ധ്യാനിപ്പാൻ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ആദരങ്ങളെ നിന്റെ ആത്മാവിനാൽ നിറച്ച് നിന്റെ ആലോചന പ്രസ്താവിപ്പാൻ ആവശ്യമായ ശക്തി ഞങ്ങൾക്ക് പകർന്നു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് തിരുവചനം കേൾക്കപ്പെടുന്ന ഓരോരുത്തരുടെയും ഹൃദയദൃഷ്ടി തുറക്കപ്പെടുവാൻ എല്ലാവർക്കും സഹായിക്കണം. ആദിയോടന്തോട് തന്നെ നടത്തണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നു പാരിൽ കണ്ണുനീരിൽ നിൻ വചനം വിതയ്ക്കും ഞാൻ. ഇന്നു പാരിൽ കണ്ണുനീരിൽ നിൻ വചനം വിതയ്ക്കും ഞാൻ. അന്നു നേരിൽ നിന്നരികിൽ വന്നു കതിരുകൾ കാണും ഞാൻ. അന്നു നേരിൽ നിന്നരികിൽ വന്നു കതിരുകൾ കാണും ഞാൻ. അൻപു നിറഞ്ഞ പൊന്നീശുവേ, നിൻ പാദസേവ എന്നാശായി. ഉന്നതത്തിൽ നിന്നിറങ്ങി മന്നിതിൽ വന്ന നാഥനേ. ഉന്നതത്തിൽ നിന്നിറങ്ങി മന്നിതിൽ വന്ന നാഥനേ. നിന്നടിമാ നിൻ മഹിമാ ഒന്നു മാത്രം എനിക്കാശായി. നിന്നടിമാ നിൻ മഹിമാ ഒന്നു മാത്രം എനിക്കാശായി. അൻപു നിറഞ്ഞ പൊന്നീശുവേ, നിൻ പാദസേവ എന്നാശായി. ജീവനറ്റ പാപിയെന്നിൽ ജീവൻ പകർന്ന യേശുവേ. ജീവനറ്റ പാപിയെന്നിൽ ജീവൻ പകർന്ന യേശുവേ. നിന്നിലേറെ മണ്ണിൽ വേറെ സ്നേഹിക്കുന്നില്ല ഞാനാരെയും. നിന്നിലേറെ മണ്ണിൽ വേറെ സ്നേഹിക്കുന്നില്ല ഞാനാരെയും. അൻപു നിറഞ്ഞ പൊന്നീശുവേ, നിൻ പാദസേവ എന്നാശായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യമാണ് ಧ್ಯಾನಿಪಾನಾയി ನಾಂ ಸೆಲೆಕ್ಟ್ ചെയ്തിരിക്കുന്ന ವಚನ. ಇಂದಿನ ನಮ್ಮ ಧ್ಯಾನಕ್ಕೋಸ್ಕರವಾಗಿ ತೆಗೆದುಕೊಂಡಿರುವಂತಹ ಭಾಗ ರೂತಳ ಪುಸ್ತಕ 1ನೇ ಸಂಧಿಯ 22ನೇ വാക്യವಾಗಿದೆ. ഇങ്ങനെ നവോമി മോവാബ് ദേശത്ത് നിന്ന് കൂടെ പോരുന്ന മരുമകൾ റൂത്ത് എന്ന മോവാബ്യ സ്ത്രീയുമായി മടങ്ങി വന്നു. അവർ യവക്കോയത്തിന്റെ ആരംഭത്തിൽ ബത്ലഹേമിൽ എത്തി. അവർ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ ಬೇದಲೆಹೇಮಿൽ ಎತ್ತಿ. ಅವರು ಜವೆಗೋದಿಯ ಸುಗ್ಗಿಯ ಪ್ರಾರಂಭ ಸಮಯದಲ್ಲಿ ಅವರು ಅಲ್ಲಿ ತಲುಪಿದರು ಎಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. സ്തോത്രം. ദൈവജനം നമ്മൾ ചിന്തിക്കുമ്പോൾ രൂത്തിന്റെ പുസ്തകം
വളരെ ആത്മീക ചൈതന്യം നൽകുന്ന, പ്രകാശം നൽകുന്ന നല്ല ಆಲೋಚನೆയുടെ ഒരു പുസ്തകമാണ്. ಆಮೆನ್. ಸತ್ಯವೇದವನ್ನು ನಾವು ನೋಡುವಾಗ ರೂತಳ ಪುಸ್ತಕ ಒಳ್ಳೆಯ ಆಲೋಚನೆ ಕೊಡುವಂತ, ಒಳ್ಳೆಯ ರೀತಿಯಾಗಿ ಅರ್ಥವನ್ನು ಕೊಡುವಂತಹ, ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಸಮಾಧಾನ ಕೊಡುವಂತಹ ಒಂದು ಒಳ್ಳೆಯ ಪುಸ್ತಕವಾಗಿ ನಾವು ಕಾಣುತ್ತೇವೆ. ഇവിടെ നമ്മൾ വായിച്ചതായ വേദഭാഗത്തിൽ നവോമിയും തന്റെ മരുമകളായ രൂത്തും മോവാബ് ദേശത്തു നിന്ന് യവക്കൊയ്ത്തിന്റെ പ്രാരംഭത്തിങ്കൽ ബേദലഹേമിൽ മടങ്ങിയെത്തി എന്നുള്ള തിരുവചനമാണ് നമ്മൾ വായിച്ചത്. ಇಲ್ಲಿ ನಾವು ಓದಿ ಕೇಳಿದಂತ ಭಾಗ, ನವೋಮಿಯು ತನ್ನ ಸೊಸೆಯಾದ ಒಟ್ಟಿಗೆ ರೂತಳೊಂದಿಗೆ ಸೇರಿ ಜವೆ ಗೋಧಿಯ ಸುಗ್ಗಿಯ ಪ್ರಾರಂಭದಲ್ಲಿ ಬೆತ್ಲೆಹೇಮಿಗೆ ಬಂದ ಕುರಿತಾಗಿ ನಾವು ಓದಿ ಕೇಳಿದ್ದೇವೆ. ബേദലഹേമിൽ അവർ മടങ്ങിയെത്തുവാൻ കാരണം എന്താണെന്ന് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാം. ಬೆತ್ಲೆಹೇಮಿಗೆ ಅವರು ಹಿಂದಿರುಗಿ ಬರಲು ಕಾರಣವೇನೆಂಬುದಾಗಿ 1ನೇ ಸಂಧಿಯನ್ನು ಓದುವಾಗ ನಮಗೆ ತಿಳಿಯಲು ಸಾಧ್ಯವಾಗುತ್ತದೆ. ബേദലഹേമിലെ ആ ദുർസ്ഥിതി മാറി ദൈവം അവരെ സന്ദർശിക്കുകയും വീണ്ടും അവർക്ക് സമൃദ്ധിയിലേക്ക് ദൈവം നടത്തിയതായിട്ട് തിരുവചനം വായിക്കുന്നു. ಬೆತ್ಲೆಹೇಮಿನ ದುಸ್ಥಿತಿಯು ಬದಲಾಗಿ ದೇವರು ಅವರನ್ನು ಸಂದರ್ಶಿಸಿ ಅವರು ತಿರುಗಿ ಆ ಸೌಭಾಗ್ಯಕರವಾದ ಅನುಭವಕ್ಕೆ ಹಿಂದಿರುಗಿ ಬಂದರೆಂಬುದಾಗಿ ನಾವು ಕಾಣುತ್ತೇವೆ. ഈ സദ്വർത്തമാനം നവോമിയുടെ കാതിലെത്തിയപ്പോൾ നവോമിയുടെ ഹൃദയത്തിൽ ഉണ്ടായ തീരുമാനമാണ് മടങ്ങി ബേദലഹേമിൽ എത്തണമെന്നുള്ളത്. ಈ ಒಳ್ಳೆಯ ವರ್ತಮಾನವು ನವೋಮಿಯ ಕಿವಿಗೆ ಬಿದ್ದಾಗ ಹಿಂದಿರುಗಿ ಬೇತ್ಲೆಹೇಮಿಗೆ ಹೋಗಬೇಕೆಂಬ ತೀರ್ಮಾನವನ್ನು ತೆಗೆದುಕೊಂಡಿದ್ದಾಗೆ ನಾವು ಓದುತ್ತೇವೆ. ബേദലഹേം വിട്ട് അവർ മോവാബ് ദേശത്തേക്ക് പോകുവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ബേദലഹേമിൽ ക്ഷാമമുണ്ടായത് നിമിത്തമായിട്ടാണ് അവർ ബേദലഹേം വിട്ട് മോവാബിലേക്ക് പോയത്. ಬೇತ್ಲೆಹೇಮನ್ನು ಬಿಟ್ಟು ಮೋವಾಬ್ ಪ್ರದೇಶಕ್ಕೆ ಹೋಗಲು ಕಾರಣವೇನೆಂಬುದಾಗಿ ಕೇಳಿದ್ರೆ, ಅಲ್ಲಿ ಬರಗಾಲ ಬಂದದ ನಿಮಿತ್ತವಾಗಿ ಅವರು ಬೇತ್ಲೆಹೇಮನ್ನು ಬಿಟ್ಟು ಮೋವಾಬಿಗೆ ಹೋದರು ಎಂಬುದಾಗಿ ನಾವು ಕಲಿಯುತ್ತೇವೆ. എന്നാൽ ഒരു കാര്യം എൻ്റെ ചിന്താഗതിയിൽ വന്നത്, ബേദലഹേമിൽ അവർക്ക് അവകാശമുണ്ട്, ബേദലഹേമിൽ അവർക്ക് നല്ല ചാർച്ചക്കാരുണ്ട്, നല്ല വീണ്ടെടുപ്പുകാരൻ അവിടെ ഉണ്ട്. ഇതൊക്കെയും അവർ വിട്ട് പോകുവാനുള്ള കാരണം അവരുടെ കുടുംബത്തിലുള്ള പൂർണ്ണതയായിരുന്നു, നിറവായിരുന്നു. ಬೇತ್ಲೆಹೇಮಲ್ಲಿ ಎಲ್ಲಾ ಪೂರ್ಣತೆ ಇತ್ತು, ಅವರಿಗೆ ಬೇಕಾದ ಎಲ್ಲಾ ಸಹಾಯಗಳಿತ್ತು. ಆದರೆ ಅವರು ಹಿಂದಿರುಗಿ ಆ ತೀರ್ಮಾನ ತೆಗೆದುಕೊಂಡು ಹೋಗಲು ಕಾರಣವೇಂದ್ರೆ ಒಂದು ಪೂರ್ಣತೆ ಅನುಭವಕ್ಕೆ ತಲುಪಬೇಕೆಂಬ ಉದ್ದೇಶದಿಂದಾಗಿತ್ತು. എലിമേലെക്ക് എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠനായ വ്യക്തിയും അവരുടെ ആൺമക്കളായിരിക്കുന്ന കില്യോനും മഹ്ലോനും നവോമിയും ചേർന്ന ഒരു നിറഞ്ഞ കുടുംബമായിരുന്നു. ಎಲಿಮೆಲೆಕನು ಅವನ ಹೆಂಡತಿಯಾದ ನವೋಮಿಯು ಇಬ್ಬರು ಮಕ್ಕಳಾದ ಮಹ್ಲೋನ್, ಕಿಲ್ಯೋನ್ ಎಂಬರು ಸಹ ಒಳ್ಳೆಯ ವ್ಯಕ್ತಿಗಳಾಗಿದ್ದರೆಂಬುದಾಗಿ ನಾವು ಕಲಿಯುತ್ತೇವೆ. അവരുടെ നിറവ് ഏത് സ്ഥലത്ത് ചെന്നാലും നിറഞ്ഞവരായി ജീവിക്കാമെന്നുള്ള ആത്മപ്രശംസയാണ് അവരെ മോവാബിലേക്ക് നടത്തിയത്. ಅವರಲ್ಲಿ ತುಂಬಿಲ್ಪಟ್ಟಂತ ಒಂದು ಭರವಸೆ, ಒಂದು ಕಾನ್ಫಿಡೆನ್ಸ್, ನಾವು ಎಲ್ಲಿ ಹೋದರೂ ಒಳ್ಳೆ ರೀತಿಯಾಗಿ ಜೀವಿಸಬಹುದೆಂಬ ಆ ತೀರ್ಮಾನದಿಂದ ಅವರು ಹೊರಟದ್ದಾಗಿ ನಾವು ಕಲಿಯುತ್ತೇವೆ. അവർ പുറപ്പെട്ടു മോവാബിലെത്തി. പെട്ടെന്ന് മോവാബ് ദേശത്തു നിന്ന് മോവാബ്യ സ്ത്രീകളിൽ നിന്ന് 2 പെൺകുട്ടികളെ അവരുടെ മക്കൾക്ക് വിവാഹിതരാക്കി തീർത്തു. ಅವರು ಮೋವಾಬ್ ಪ್ರದೇಶವನ್ನು ತಲುಪಿದರು. ಮೋವಾಬಿನಿಂದ 2 ಹೆಣ್ಣು ಮಕ್ಕಳನ್ನು ತನ್ನ ಮಕ್ಕಳಿಗೆ ಮದುವೆಗೋಸ್ಕರವಾಗಿ
ಅವರು ಆರಿಸಿಕೊಂಡರೆಂಬುದಾಗಿ ಕಲಿತೇವೆ. ഇപ്പോൾ മോവാബ് ദേശത്തും അവർ ബലിഷ്ഠരായി തീർന്നു. ആ രാജ്യത്തെ ജനവുമായിട്ടൊരു വലിയ ബന്ധം അവർ പുലർത്തി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ಮೋವಾಬ್ ದೇಶದಲ್ಲೂ ಸಹ ಆ ಜನರ ಮಧ್ಯದಲ್ಲಿ ಬಲಿಷ್ಠರಾದರು, ಆ ಜನರ ಮಧ್ಯದಲ್ಲಿ ಒಳ್ಳೆ ಸಂಪರ್ಕವನ್ನು ಸಾಧಿಸಿದರು ಎಂಬುದಾಗಿ ನಮಗೆ ತಿಳಿಯಲು ಸಾಧ್ಯವಾಗುವುದು. പക്ഷെ മോവാബിനെ കുറിച്ച് ഇസ്രായേലിനുള്ള ചിന്താഗതി എന്തായിരുന്നു എന്ന് തിരുവചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ಆದರೆ ಮೋವಾಬಿನ ಕುರಿತಾಗಿರುವಂತ ಇಸ್ರಾಯೇಲರ ಚಿಂತೆ ಏನಾಗಿತ್ತು ಎಂಬುದಾಗಿ ಸತ್ಯವೇದ ನಮಗೆ ತಿಳಿಸಿಕೊಡುತ್ತದೆ. ഒന്നാമതായിട്ട് തിരുവചനം നമുക്ക് കാണിച്ചു തരുന്നത് മോവാബ്യരുമായിട്ട് 10 തലമുറ വരെ ബന്ധം ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇസ്രായേലിയർക്ക് പഠിച്ചിരിക്കുന്നത്. ಇಸ್ರಾಯೇಲರು ಕಲಿತುಕೊಂಡದ್ದು ಈ ವಿಷಯವೇನೆಂದ್ರೆ 10 ತಲೆಮಾರಿನವರೆಗೆ ಮೋವಾಬ್ಯರೊಟ್ಟಿಗೆ ಯಾವುದೇ ಸಂಬಂಧ ಇರಬಾರದು ಎಂಬುದಾಗಿ ಆಗಿತ್ತು. ഒന്നാമതായിട്ട് പ്രമാണ വിരുദ്ധമായത് ചെയ്തു. ಒಂದನೇದಾಗಿ ನಿಯಮಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಅವರು ಮಾಡಿದರು. മറ്റൊരു വിഷയം പറഞ്ഞാൽ മോവാബ്യ സ്ത്രീകൾ സൗന്ദര്യമുള്ളവരാണ്, അവരെ ദുർനടപ്പുകാരുമാണെന്ന് ബിലെയാം അറിഞ്ഞിട്ട് ഇസ്രായേലിനെ ശാപഗ്രസ്തനാക്കുവാൻ ഒരു ഉപായം ബിലെയാം പറഞ്ഞു കൊടുത്തു. ಬಿಳಾಮನು ತಿಳಿದುಕೊಂಡು ಮೋವಾಬ್ಯ ಸ್ತ್ರೀಯರು ಅವರು ಬಹಳ ಸುಂದರಿಯರಾಗಿದ್ದರು, ಅವರ ಕುರಿತಾಗಿ ಬಿಳಾಮನು ಅವರನ್ನು ವಶಪಡಿಸಿಕೊಳ್ಳುವ ರೀತಿಯಲ್ಲಿ ಒಂದು ಆಲೋಚನೆ ಹೇಳಿಕೊಟ್ಟದಾಗಿ ನಾವು ಕಲಿಯರಾಗಿದ್ದೇವೆ. അപ്പൊ പാപത്താലും ശാപത്താലും നിറയപ്പെട്ട ഒരു ജനത്തിന്റെ മധ്യത്തിലേക്കാണ് ദൈവജനമായ ഇസ്രായേലിയരെ കടന്നു ചെന്ന് ബന്ധം പുലർത്തിയത്. ಪಾಪ ಮತ್ತು ಶಾಪಕ್ಕೆ ಒಳಗಾದ ಒಂದು ಜನಾಂಗಗಳ ಮಧ್ಯದಲ್ಲಿ ಇಸ್ರಾಯೇಲ್ ಜನರು ಹೋಗಿ ಸೇರಿ ಸಂಬಂಧ ಏರ್ಪಡಿಸಿಕೊಂಡರೆಂಬುದಾಗಿ ನಾವಿಲ್ಲಿ ಕಲಿತೇವೆ. ദൈവപ്രമാണത്തെ ലംഘിച്ചതിന്റെ ഫലമാണെന്ന് വിചാരിക്കുന്നു. അവരുടെ പുരുഷപ്രജ 3 പേരും മരിച്ചു പോയതായിട്ട് നമുക്ക് കാണാം. ದೇವರ ನಿಯಮಗಳನ್ನು ಉಲ್ಲಂಘಿಸಿದರ ನಿಮಿತ್ತವಾಗಿ ಅವರ ಮಕ್ಕಳು 3 ಜನ ಸಹ ಅವರು ಸತ್ತು ಹೋದರು ಎಂಬುದಾಗಿ ನಾವು ಕಾಣುತ್ತೇವೆ. എന്നാൽ നവോമി മുഖാന്തരം നഷ്ടത്തെ ദൈവം ലാഭമാക്കി തീർത്തു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ಆದರೆ ನವೋಮಿಯ ಮುಖಾಂತರವಾಗಿ ನಷ್ಟವಾದನ್ನು ದೇವರು ಲಾಭವಾಗಿ ಮಾಡಿಕೊಟ್ಟನೆಂಬುದಾಗಿ ನಾವು ಕಲಿತೇವೆ. 10 വർഷം മോവാബ് ദേശത്ത് അവർ പാർത്തു എങ്കിലും നവോമി യഹോവയായ ദൈവത്തിൽ മാത്രം, തൻ്റെ ദേശത്തിൽ മാത്രം പരവശമിട്ട് ജീവിച്ചു എന്ന് തിരുവചനം നമുക്ക് കാണിച്ചു തരുന്നു. 10 ವರ್ಷ ಮೋವಾಬ್ನಲ್ಲಿ ಅವರು ವಾಸವಾಗಿದ್ರೂ ಸಹ ತನ್ನ ದೇವರಲ್ಲಿ ಮಾತ್ರವೇ ಭರವಸವಿಟ್ಟು ಆಶ್ರಯಿಸಿ ಜೀವಿಸಿದಳು ಎಂಬುದಾಗಿ ನಾವು ಕಲಿತೇವೆ. നവോമി തൻ്റെ മരുമക്കളായിരിക്കുന്ന ഓർപ്പയോടും രൂത്തിനോടും പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ദേവന്മാരുടെയും ചാർച്ചക്കാരുടെയും മധ്യത്തിൽ മടങ്ങിപ്പോകുക, ഇനിയും എന്നിൽ ആശ്രയം വെച്ചത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല. ಇಬ್ಬರು ಸೊಸೆಂದ್ರಿಗೆ ಹೇಳುವ ವಿಷಯ ಏನಂದ್ರೆ, ಓರ್ಫಾ ಮತ್ತು ವೃತ್ತಿಗೆ ಹೇಳುವುದೇನೆಂದ್ರೆ, ನೀವು ನಿನ್ನ ಬಂಧು ಮಿತ್ರಾದಿಗಳ ಕಡೆಗೆ ಹೋದ್ರೆ ಒಳ್ಳೆಯದು, ನನ್ನಲ್ಲಿ ಇನ್ನು ಭರವಸೆ ಬಿಟ್ಟು ನಿಮಗೇನು പ്രയോജനമില്ലെമ്പതാಗಿ ಹೇಳಿದ್ದಾಗಿ ಕಾಣುತ್ತೇವೆ. ഓർപ്പ നല്ല ചുംബനം ചെയ്തിട്ട് കരഞ്ഞിട്ട് നവോമിയെ വിട്ടുപോയി. ಓರ್ಫಳು ಅತ್ತೆಗೆ ಮುದ್ದಿಟ್ಟು ಹತ್ತು ನವೋಮಿಯನ್ನು ಬಿಟ್ಟು ಹೋದದ್ದಾಗಿ ನಾವು ಕಾಣುತ್ತೇವೆ. എന്നാൽ രൂത്തോ നവോമിയോട് പറ്റിച്ചേർന്നു നിന്നു എന്ന് വായിക്കുന്നു. ಆದರೆ ರೂತಳು ನವೋಮಿಗೆ ಸೇರಿ ನಿಂತುಕೊಂಡಳು ಎಂಬುದಾಗಿ ನಾವು ಕಲಿತೇವೆ. അവൾ നിൽക്കുവാനുള്ള കാരണം എന്താണെന്ന് 1-ാം അധ്യായം 16ഉം 17ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം. ಅವಳು ನಿಲ್ಲಲು ಮುಖ್ಯವಾದ ಕಾರಣವೇನೆಂಬುದಾಗಿ ನೋಡುವಾಗ 1ನೇ ಸಂಧಿ 16-17ನೇ ವಾಕ್ಯ ಓದುವಾಗ
ನಮಗೆ ತಿಳಿಯಲು ಸಾಧ್ಯವಾಗುತ್ತದೆ. അതിന് രൂത്ത് നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. രൂത്തിന്റെ ഇസ്രായേലിന്റെ ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അവിടെ പ്രസ്താവിക്കുന്നു. അവൾ പൂർണ്ണമായി ഇസ്രായേലിന്റെ ദൈവത്തിൽ ಆಶ್ರಯಿക്കുന്നു. ರೂತೊಳಗೆ ಇಸ್ರಾಯೇಲ್ ದೇವರ ಕುರಿತಾಗಿರುವಂತಹ ತಿಳುವಳಿಕೆ, ಭಯ, ಭಕ್ತಿ ಇವೆಲ್ಲವನ್ನು ಇಲ್ಲಿ ಗಮನಿಸುವುದೇ ಅಂದ್ರೆ ಪೂರ್ಣವಾಗಿ ಅವಳು ಇಸ್ರಾಯೇಲ್ ದೇವರನ್ನೇ ആശ്രയിಸಿದಳು ಎಂಬುದಾಗಿ ಕಾಣುತ್ತೇವೆ. നവോമിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മോവാബ് ദേശത്ത് പാർത്തെങ്കിലും അവിടുത്തെ പരിതസ്ഥിതികളെ അഭിമുഖീകരിച്ചെങ്കിലും അവൾ താഴ്മയോടെ തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ച് മരുമക്കൾക്ക് മാതൃകയായി കഴിഞ്ഞുകൂടിയതായിട്ടാണ് നമുക്ക് കാണുന്നത്. ನವೋಮಿಯ ಕುರಿತಾಗಿ ನಾವು ಕಲಿಯುವಾಗ ಅವಳು ಆ ಪ್ರದೇಶದಲ್ಲಿ ವಾಸವಾಗಿದ್ರು, ಅಲ್ಲಿನ ಜನರೊಂದಿಗೆ ಸೇರಿದ್ರು ಸಹ ದೇವರಲ್ಲೇ ಆಶ್ರಯವಿಟ್ಟುಕೊಂಡು ತನ್ನ ಸೊಸೆಯಂದಿರಿಗೆ ಅವರು ആശ്രയವಾಗಿದ್ದಾಗಿ ನಾವು ಇಲ್ಲಿ ಓದುತ್ತೇವೆ. ഇത്രമാത്രം വിശ്വസ്തയായി യഹോവയായ ദൈവത്തിൽ ആശ്രയിച്ച് സ്വന്തം ജനമായ ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രത്യാശയിൽ ജീവിക്കുന്ന മാതാവിനെ കുറിച്ച് മനസ്സിലാക്കിയെങ്കിലും ആ രണ്ട് സഹോദരിമാരിൽ ഒരുത്തി മാത്രമേ ഇസ്രായേലിന്റെ ദൈവത്തിൽ വിശ്വസിച്ചുള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയും. ನಾವು ನೋಡುತ್ತೇವೆ, ಇಸ್ರಾಯೇಲ್ ದೇಶದ ಕುರಿತಾಗಿ ಇಷ್ಟೆಲ್ಲ ತಿಳುವಳಿಕೆ ಇದ್ರು, ಇಷ್ಟೆಲ್ಲ ತಿಳುವಳಿಕೆ ಇದ್ದ ಅತ್ತೆ ಇದ್ರು, ಆದ್ರೆ ಇವೆಲ್ಲ ತಿಳಿದುಕೊಂಡಿದ್ರು ಸಹ ಒಬ್ಬಳು ಮಾತ್ರವೇ ಯಥಾರ್ಥವಾಗಿ ഇസ്രായേൽ ದೇವರಲ್ಲಿ ನಂಬಿಕೆ ಇಟ್ಟು ಹೋದಳು ಎಂಬುದಾಗಿ ನಾವು ಕಲಿಯುತ್ತೇವೆ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരോടും ജനത്തോടും പ്രസ്താവിക്കുന്നത് രണ്ടുപേരിൽ ഒരുത്തിയെ എടുത്തു, മറ്റൊരുത്തിയെ കൈവിട്ടു എന്നുള്ളതാണ്. ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿ ಶಿಷ್ಯರಿಗೂ ಜನರಿಗೂ ಉಪದೇಶ ಮಾಡುವಾಗ ಹೇಳಿದಂತ ಮಾತೇನೆಂದರೆ, ಇಬ್ಬರಲ್ಲಿ ಒಬ್ಬಳು ತೆಗೆಯಲ್ಪಟ್ಟಳು, ಒಬ್ಬಳು ಕೈ ಬಿಡಲ್ಪಟ್ಟಳು ಎಂಬುದಾಗಿ. രണ്ടുപേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരുന്നു, ഒരുത്തി എടുക്കപ്പെട്ടു, മറ്റൊരു കൈവിടപ്പെട്ടു. ಬೀಸುಗಲ್ಲಲ್ಲಿ ಇಬ್ಬರು ಬೀಸುತ್ತಾ ಇದ್ದರು, ಒಬ್ಬಳು ತೆಗೆಯಲ್ಪಟ್ಟಳು, ಒಬ್ಬಳು ಕೈ ಬಿಡಲ್ಪಟ್ಟಳು ಎಂಬುದಾಗಿ ಕಲಿತೇವೆ. അപ്പോൾ ഇന്ന് ഭൂലോകത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ശുശ്രൂഷകളും നമ്മുടെ ജീവിതവും സത്യദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ പ്രത്യാശയും എത്രമാത്രം മനസ്സിലാക്കിയാലും ഒരു വിഭാഗം ആളുകൾക്ക് അവർക്ക് കാണാൻ കഴിയത്തില്ല ആ വലിപ്പം, ആ മഹത്വം. ಈ ದಿನಗಳಲ್ಲಿ ಪ್ರತ್ಯೇಕವಾಗಿ ನೋಡುವಾಗ ಸೇವಾ ಸಂಬಂಧವಾಗಿಯೂ ದೇವರ ವಾಕ್ಯ ಸಂಬಂಧವಾಗಿಯೂ ನಡೆಯುವಂತಹ ಬೆಳವಣಿಗೆ ಕುರಿತಾಗಿ ನೋಡುವಾಗ ಎಷ್ಟೆಲ್ಲ ವ್ಯಕ್ತವಾಗಿ ತಿಳಿಯಲ್ಪಟ್ಟರು ಸಹ ಒಂದು ಗುಂಪು ಅದನ್ನು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳದೆ ಅದಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಜೀವಿಸುವಂತ ಅನುಭವ, ಆ ಮೂಲಕವಾಗಿ ಕೈ ಬಿಡಲ್ಪಡುವ ದಾರಿಯನ್ನು ಅವರು ಹಿಡಿದಿದ್ದಾರೆಂಬುದಾಗಿ ನಾವು ತಿಳಿಬಿಡಬೇಕು. ഈ തിരുവചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാം, മുൻ നിയമിക്കപ്പെട്ടവർ മാത്രമേ ദൈവം തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് സത്യവേദ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നത്. ದೇವರ ವಾಕ್ಯದಲ್ಲಿ ವ್ಯಕ್ತವಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ, ಮೊದಲು ಯಾರು ಆರಿಸಲ್ಪಟ್ಟಿದ್ದಾರೋ ಅವರು ಮಾತ್ರವೇ ತೆಗೆಯಲ್ಪಡುತ್ತಾರೆ, ದೇವರ ಸನ್ನಿಧಿಗೆ ಸೇರಿಸಲ್ಪಡುತ್ತಾರೆ ಎಂಬ ಸತ್ಯವನ್ನು ದೇವರ ವಾಕ್ಯದ ಮೂಲಕವಾಗಿ ನಾವು ಕಲಿಯುತ್ತೇವೆ. ദൈവം മക്കൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമാണ്, നാം ഓരോരുത്തരും സത്യദൈവത്തെ, സത്യ ആരാധനയെ, സത്യമായ ദൈവജനത്തെ പിന്തുടരുന്നതിൻ്റെ പശ്ചാത്തലം ദൈവത്തിന്റെ മുൻനിർണയമാണ്. ನಾವೆಲ್ಲ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕು, ಸತ್ಯ ದೇವರನ್ನು, ಸತ್ಯ ಆರಾಧನೆಯನ್ನು, ಈ ಸತ್ಯವಾದ ಮಾರ್ಗವನ್ನು ನಾವು ಅನುಸರಿಸಲು ಮುಖ್ಯವಾದ ಕಾರಣವೆಂದರೆ
ದೇವರು ಮೊದಲೇ ಈ ಕುರಿತಾಗಿ ನಿರ್ಣಯ ಮಾಡಿದ್ರಿಂದ ಆಗಿದೆ. റോമാലേഖനത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്നുള്ളത്. ರೋಮಾಪುರದ ಪತ್ರಿಕೆಯಲ್ಲಿ ಪೌಲನು ಹೇಳುವಾಗ, ದೇವರ ಸಂಕಲ್ಪದ ಮೇರೆಗೆ ಕರೆಯಲ್ಪಟ್ಟು ಆತನ್ನು ಪ್ರೀತಿಸುವ ಹಿತಕ್ಕಾಗಿ ಎಲ್ಲಾ ಕಾರ್ಯಗಳು ಅನುಕೂಲವಾಗುತ್ತವೆ ಎಂಬುದಾಗಿ ಪೌಲನು ಹೇಳುವನಾಗಿದ್ದಾನೆ. ഇപ്പോൾ നവോമിയും രൂത്തും ബേത്ലഹേമിൽ എത്തിച്ചേർന്നത് ദൈവത്തിന്റെ ദിവ്യമായ പ്ലാനായിരുന്നു. ನವೋಮಿ ರೂತಳು ಬೇತ್ಲೆಹೇಮಿಗೆ ತಲುಪಲು ಕಾರಣವೆಂದರೆ ಅವರ ಕುರಿತಾಗಿ ದೇವರು ಮೊದಲೇ ಮಾಡಿದ ಒಂದು ಯೋಜನೆಯಾಗಿತ್ತು. ഒരു നല്ല കാലത്ത്, ഒരു സമൃദ്ധിയുടെ സന്ദർഭത്തിൽ, ദൈവ സന്ദർശനത്തിന് പശ്ചാത്തലത്തിൽ അവരിപ്പോൾ ബേത്ലഹേമിൽ എത്തിച്ചേർന്നു. ಒಂದು ಒಳ್ಳೆಯ ಕಾಲದಲ್ಲಿ ದೈವ ಸಂದರ್ಶಿಸುವಂತಹ ಆ ಕಾಲದಲ್ಲಿ, ಆ ಒಳ್ಳೆಯ ಸಮಯದಲ್ಲಿ ಅವರು ಬೇತ್ಲೆಹೇಮನ್ನು ಪ್ರವೇಶಿಸಿದರೆಂಬುದಾಗಿ ನಾವು ಕಲಿತೇವೆ. ബേത്ലഹേം എന്ന് പറഞ്ഞാൽ അപ്പത്തിന്റെ ഭവനമാണ്. ಬೇತ್ಲೆಹೇಮ್ ಎಂಬುದಾಗಿ ನಾವು ಕಲಿಯುವಾಗ ರೊಟ್ಟಿಯ ಮನೆ ಎಂಬುದಾಗಿ ನಾವು ಕಲಿಯುತ್ತೇವೆ. അത് ധാന്യം കൊയ്യുന്ന കാലമാണ്, യവക്കൊയ്ത്തിന്റെ കാലമായിരുന്നു. ಅದು ಜವೆ ಗೋಧಿ ಕೊಯ್ಯುವಂತ ಸುಗ್ಗಿಯ ಕಾಲವಾಗಿತ್ತು ಎಂಬುದಾಗಿ ನಾವು ಓದುತ್ತೇವೆ. നമുക്കറിയാമല്ലോ, കൊയ്ത്ത് കാലത്തിൽ നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കി മനുഷ്യൻ സന്തോഷിക്കുന്ന സമയമാണ്. ನಮಗೆ ಗೊತ್ತಿರುವಂತ ವಿಷಯ, ಸುಗ್ಗಿಯ ಕಾಲದಲ್ಲಿ ಮನುಷ್ಯರು ಧಾನ್ಯವನ್ನು ಉಪಯೋಗಿಸಿ ಒಳ್ಳೆಯ ಆಹಾರ ಪದಾರ್ಥಗಳನ್ನು ತಯಾರು ಮಾಡಿ ಆ ಮೂಲಕವಾಗಿ ಸಂತೋಷಿಸುವಂತಹ ಸಮಯ. ഈ ഒരു നല്ല കാലത്ത് ദൈവം അവരെ ബേത്ലഹേമിൽ മടങ്ങി എത്തിച്ചു. ಈ ಒಳ್ಳೆಯ ಕಾಲದಲ್ಲಿ ದೇವರು ಅವರನ್ನು ಬೇತ್ಲೆಹೇಮಿಗೆ ಹಿಂದಿರುಗಿ ಕರೆತಂದರು ಎಂಬುದಾಗಿ ನಾವು ಕಲಿಯುತ್ತೇವೆ. നവോമിയോടുകൂടെ കടന്നു വന്ന മോവാബ്യ സ്ത്രീ ആയിരിക്കുന്ന രൂത്തും നവോമിയോടൊന്നിച്ച് ബേത്ലഹേമിൽ എത്തിച്ചേർന്നു. ನವೋಮಿಯೊಟ್ಟಿಗೆ ಬಂದಂತಹ ಮೋವಾಬ್ಯ ಸ್ತ್ರೀಯಾದ ರೂತಳು ಸಹ ಬೇತ್ಲೆಹೇಮಿಗೆ ಪ್ರವೇಶಿಸೆಂಬುದಾಗಿ ನಾವು ಕಲಿಯುತ್ತೇವೆ. അവൾ അവിടെ മടങ്ങിയെത്തുവാനുള്ള പ്രധാന കാരണം എന്താണെന്ന് നമ്മൾ തിരുവെഴുത്ത് മുഖാന്തരം വായിച്ചു മനസ്സിലാക്കി. അവളുടെ സമർപ്പണമായിരുന്നു. ಅವಳು ಯಾಕೆ ಹಿಂದಿರುಗಿ ಬಂದಳೆಂಬುದಾಗಿ ದೇವರ ವಾಕ್ಯವನ್ನು ನಾವು ಕಲಿಯುವಾಗ ಗೊತ್ತಾಗುತ್ತದೆ. ಅವಳಲ್ಲಿದ್ದಂತಹ ಒಂದು ಸಮರ್ಪಣೆ ಆಗಿತ್ತು ಎಂಬುದಾಗಿ ತಿಳಿಯಲು ಸಾಧ್ಯ. അവിടെ സമർപ്പണം എന്തായിരുന്നു? നിന്റെ ദൈവമാണ് എൻ്റെ ദൈവം. ಅವಳ ಸಮರ್ಪಣವೇನಾಗಿತ್ತು? ನಿನ್ನ ದೇವರೇ ನನ್ನ ದೇವರು, നിന്റെ ജനമാണ് എൻ്റെ ജനം, ನಿನ್ನ ಜನರೇ ನನ್ನ ಜನರಾಗಿದ್ದಾರೆ. നിന്നോടുകൂടെ മരിച്ച് അടക്കപ്പെടും, നീ അടക്കപ്പെടുന്നിടത്ത് ഞാനും അടക്കപ്പെടും. ನಿನ್ನೊಟ್ಟಿಗೆ ಸೇರಿ ನಾನು ಸಾಯಲು ಸಿದ್ಧ, ನೀನು ಎಲ್ಲಿ ಸಮಾಧಿ ಮಾಡಲ್ಪಡ್ತೀಯೋ ಅಲ್ಲೂ ಸಹ ನಾನು ಸಮಾಧಿಗೆ ಒಳಗಾಗಲು ಸಿದ್ಧ. 10 തലമുറ വരെ ഇസ്രായേലിൽ പ്രവേശനമില്ലാത്ത നവോമിയുടെ മരുമകളുടെ സമർപ്പണം എത്ര ആഴമേറിയ ഒരു സമർപ്പണമായിരുന്നു. 10 ತಲೆಮಾರವರೆಗೆ ಇಸ್ರಾಯೇಲ್ಗೆ ಪ್ರವೇಶವಿಲ್ಲದೆ ಅಂತ ನವೋಮಿಯ ಸೊಸೆಯಾದ ರೂತಳ ಸಮರ್ಪಣ ಎಷ್ಟು ದೊಡ್ಡದಾದ ಸಮರ್ಪಣೆಯಾಗಿತ್ತು. അവളിപ്പോൾ എവിടെയാണ് വന്നെത്തിച്ചേർന്നിരിക്കുന്നത്? ಅವಳೀಗ ಎಲ್ಲಿ ತಲುಪಿದ್ದಾಳೆ? അപ്പത്തിന്റെ ഭവനമായ ബേത്ലഹേമിൽ മടങ്ങിയെത്തി. ರೊಟ್ಟಿಯ ಮನೆಯಾದಂತ ಬೇತ್ಲೆಹೇಮಿಗೆ ಅವಳು ಹಿಂದಿರುಗಿದ್ದಾಳೆ. ബേത്ലഹേമിൽ മടങ്ങിയെത്തിയാൽ അവിടെ എന്താണ് അവൾക്ക് പ്രത്യാശിക്കാനുള്ളത്? ಬೇತ್ಲೆಹೇಮಿಗೆ ಅವಳು ಹಿಂದಿರುಗಿ ಬಂದುದರಿಂದ ಅವಳಿಗೆ ನಿರೀಕ್ಷೆ ಇಡುವುದಕ್ಕೆ ಏನಿದೆ? യേശു ക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷത്തിനപ്പുറത്ത് ബേത്ലഹേം എഫ്രാത്തെ ഇസ്രായേൽ പട്ടണങ്ങളിൽ ഏറ്റവും അതിമഹത്തായതായ ഇതിനെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു.
ಯೇಸು ಸ್ವಾಮಿ ಹುಟ್ಟುವುದಕ್ಕಿಂತ 700 ವರ್ಷದ ಮೊದಲೇ ಬೇತ್ಲೆಹೇಮ್ ಎಫ್ರಾಯತೆ ನಿನ್ನ ಕುರಿತಾಗಿರುವಂತಹ ಮಹೋನ್ನತವಾದ ವಿಷಯ ಇದಾಗಿದೆ ಎಂಬುದಾಗಿ ದೇವರ ವಾಕ್ಯದಲ್ಲಿ ನಮೂದಿಸಲ್ಪಟ್ಟಿದೆ. ദൈവത്തിന് മഹത്വകരമായി ജീവിക്കുന്ന ദൈവജനത്തിന് വളരെ പ്രത്യാശിക്കുവാനുള്ള അവകാശം അവിടെ ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന വിഷയം. ಜೀವಿಸುವಂತಹ ದೇವರ ಮಕ್ಕಳಿಗೆ, ಭರವಸೆ ಇಡುವಂತಹ ದೇವರ ಮಕ್ಕಳಿಗೆ ಬಹಳ ನಿರೀಕ್ಷೆ ಇಡುವಂತ ಒಳ್ಳೆ ಸ್ವಾಸ್ಥ್ಯಗಳು അല്ലിതേ ಎಂಬುದಾಗಿ ದೇವರ ವಾಕ್ಯ ತಿಳಿಸ್ತದೆ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാം, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവനെ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകയില്ല. ഒരു വലിയ പ്രത്യാശയുടെ ദർശനമാണ് ബേത്ലഹേമിൽ കാണാൻ കഴിയുന്നത്. ಬಹಳ ನಿರೀಕ್ಷೆಯ ಒಂದು ದರ್ಶನ ಬೇತ್ಲೆಹೇಮಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ಒಂದು ಮಗು ನಮಗಾಗಿ ಹುಟ್ಟಿದೆಯಷ್ಟೇ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാവപ്പെട്ട ഇടയന്മാർ ഒരു രാത്രിയിൽ ആടുകളെ കാത്തുകൊണ്ട് കിടക്കുമ്പോൾ അവരുടെ പ്രത്യാശ ഉണർത്തുന്ന ഒരു വലിയ പാട്ട് കേൾപ്പാനിടയായി. ಬಡವರಾದಂತಹ ಕುರುಬರು ಕುರಿಗಳನ್ನು ಕಾಯ್ತಾ ಇರುವಂತಹ ಆ ರಾತ್ರಿಯ ಸಂದರ್ಭದಲ್ಲಿ ಅವರ ನಿರೀಕ್ಷೆಯನ್ನು ಹೆಚ್ಚಿಸುವಂತ ಒಂದು ಹಾಡನ್ನು ಕೇಳುವುದಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. ദാവീദിന്റെ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കപ്പെട്ടു എന്ന് ദൂതന്മാർ പാടി ആർക്കുന്നതായ ശബ്ദം അവർ കേട്ടു. ದಾವೀದನ ಕುಟುಂಬದಲ್ಲಿ ಒಂದು ಮಗು ಹುಟ್ಟಿದೆಯಷ್ಟೇ ಎಂಬುದಾಗಿ ದೂತರು ಆಡುವಂತ ಹಾಡನ್ನು ಕುರುಬರು ಆಲಿಸಿದ್ದಾಗಿ ನಾವು ಕೇಳುತ್ತೇವೆ. ആ പാട്ടിനകത്തുണ്ടായിരുന്ന വചനം ഇപ്രകാരമാണ്: ഭയപ്പെടേണ്ട, സർവജനത്തിന് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുന്നു. ಹಾಡಿನಲ್ಲಿ ಇರುವಂತಹ ಒಂದು ಸತ್ಯವೇಂದ್ರೆ, ಭಯಪಡಬೇಡ, ಮಹಾಜನರು ಸಂತೋಷಿಸುವಂತ ಒಂದು ಸಂಗತಿಯನ್ನು ನಿಮಗೆ ತಿಳಿಸುತ್ತೇನೆ ಎಂಬುದಾಗಿ. അതെന്താണ്? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ಅದೇನೆಂದರೆ, ನಮಗಾಗಿ ಒಂದು ಮಗು ಹುಟ್ಟಿದೆಯಷ್ಟೇ. പാവപ്പെട്ട ആട്ടിടയന്മാർ അതേ രാത്രിയിൽ തന്നെ ശിശുവിനെ കാണാൻ പുറപ്പെട്ടതായിട്ട് കാണാം. ಬಡವರಾದಂತಹ ಆ ಕುರುಬರು ಅದೇ ರಾತ್ರಿಯಲ್ಲಿ ಹುಟ್ಟಿದ ಶಿಶುವನ್ನು ನೋಡಲಿಕ್ಕೋಸ್ಕರವಾಗಿ ಹೊರಟರು ಎಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. സന്തോഷത്തിന്റെ ഉടമയായിരിക്കുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി ജാതനായിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ಸಂತೋಷದ ಚಿಲುಮೆಯಾಗಿರುವಂತಹ ಕ್ರಿಸ್ತನು ನಮಗೋಸ್ಕರವಾಗಿ ಹುಟ್ಟಿದ್ದಾನೆ. ആ ദർശനമാണ് രൂത്തിനെ ബേത്ലഹേമിലേക്ക് മടക്കി വരുത്തിയത്. ಅದೇ ದರ್ಶನವೇ ರೂತಳನ್ನು ಹಿಂತಿರುಗಿ ಬೇತ್ಲೆಹೇಮಿಗೆ ಬರುವ ಹಾಗೆ ಮಾಡಿದ್ದು. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയുന്നു, നാം ഏത് പരിതസ്ഥിതിയിലായിരിക്കുന്നുവോ അവിടെ നിന്ന് ആ നല്ല ബേത്ലഹേം എഫ്രാത്തിലേക്ക്, അപ്പത്തിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരിക. അവിടെയാണ് നമ്മുടെ പ്രത്യാശ കാണപ്പെടുന്നത്. ವಾಕ್ಯವನ್ನು ಆಲಿಸುವಂತ ಪ್ರಿಯರಾದವರಿಗೆ ನಾನು ಹೇಳುವುದೇನೆಂದ್ರೆ, ರೊಟ್ಟಿಯ ಮನೆಯಾದಂತ, ನಿರೀಕ್ಷೆ ಮನೆಯಾದಂತ ಆ ಸೌಭಾಗ್ಯಕರವಾದ ಅನುಭವಕ್ಕೆ ನಾವು ಹಿಂದಿರುಗಿ ಬರಬೇಕೆಂಬುದಾಗಿ ನಾನು ತಿಳಿಸುತ್ತೇನೆ. ഇസ്രായേൽ ജനം പാട്ടുപാടി ഇങ്ങനെ ഒരു നല്ല പാട്ട്. എന്താണ്? തെക്കേ നാട്ടിലെ തോടുകളെ പോലെ നിന്റെ പ്രവാസികളെ ഒന്ന് മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. ಇಸ್ರಾಯೇಲ್ ಜನರು ಹಾಡನ್ನು ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳ್ತಾರೆ: ದಕ್ಷಿಣ ದೇಶದ ಆ ನದಿಗಳ ಹಾಗೆ ನಿನ್ನ ಪ್ರವಾಸಿಗಳನ್ನು
ಹಿಂದಿರುಗಿ ಬರಮಾಡು ಎಂಬುದಾಗಿ ಅವರು ಆಡುತ್ತಾರೆ. ഇന്ന് ആത്മീകമായി പ്രവാസത്തിൽ കഴിയുന്ന ദൈവജനത്തിനൊരു വിടുതൽ ഉണ്ടാകണം. അവർ മടങ്ങി യഥാസ്ഥാനപ്പെടുവാനുള്ള ഒരു വിടുതൽ അവരിൽ സംഭവിക്കണം. ಇಂದು ಆತ್ಮೀಯ ಜೀವಿತದಲ್ಲಿರುವಂತಹ ದೇವರ ಮಕ್ಕಳಿಗೆ ಒಂದು ಬಿಡುಗಡೆ ಉಂಟಾಗಬೇಕು, ಅವರಿಗೊಂದು ಯಥಾಸ್ಥಿತಿ ಉಂಟಾಗಬೇಕು, ಹಿಂದಿರುಗಿ ಬರುವಂತಹ ಮನಸ್ಸು ಅವರಲ್ಲಿ ಉಂಟಾಗಬೇಕು. നാം മടങ്ങി വന്നാൽ നമ്മുടെ നഷ്ടം ലാഭമാക്കി തീർക്കുന്ന ഒരു ദൈവമാണ് എന്നുള്ള സത്യം ഈ രൂത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ನಾವು ಹಿಂದಿರುಗಿ ಬರುವುದಾದರೆ ನಮ್ಮ ನಷ್ಟವನ್ನು ಲಾಭವಾಗಿ ಮಾರ್ಪಡಿಸುತ್ತಾನೆ ಎಂಬ ಸತ್ಯವನ್ನು ರೂತಳ ಪುಸ್ತಕದಲ್ಲಿ ನಾವು ಕಲಿಯೋರಾಗಿದ್ದೇವೆ. പരിശുദ്ധാത്മാവിന്റെ നിഴലായിരിക്കുന്ന നവോമി പറയുകയാണ്, ഹല്ലേലൂയ. എന്താണ് പറയാനുള്ളത്? നവോമിക്ക് പറയാനുള്ളത് ಪವಿತ್ರಾತ್ಮ ನೆರಳಾಗಿರುವಂತಹ ನವೋಮಿ ಹೇಳುತ್ತಾಳೆ, ಆ ನವೋಮಿಗೆ ಹೇಳಲಿಕ್ಕಿರುವುದು ಏನಾಗಿದೆ? റൂത്ത് കടന്നു വന്ന പ്രാരംഭ നിമിഷത്തിൽ തന്നെ അവൾ യവക്കൊയ്ത്തിന്റെ വയലിലേക്ക് പുറപ്പെട്ടു കാലാപെറുക്കുവാൻ. ನಾವು ನೋಡುತ್ತೇವೆ, ರೂತಳು ಪ್ರಾರಂಭದ ಸಮಯದಲ್ಲೇ ಜಯಗೋಧಿ ಸುಗ್ಗಿಯಲ್ಲಿ ಅವಳು ಹೊಲದಲ್ಲಿ ಹಿಡಿದಳು, ಅಕ್ಕಲಾಯುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಹಿಡಿದಳು ಎಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. അവൾ മടങ്ങി അമ്മാവിയമ്മയുടെ അടുക്കൽ വന്നപ്പോൾ, മകളെ നീ എവിടെയാണ് കാലാപെറുക്കിയത് എന്ന് ചോദിച്ചു. ಅವಳು ಅತ್ತೆ ಹೆಸರದಾನಕ್ಕೆ ಬಂದಾಗ ಅವಳಿಗೆ, ಮಗಳೇ ನೀನು ಎಲ್ಲಿ ಅಕ್ಕಲಾಗಿದ್ದೀ ಎಂಬುದಾಗಿ ಸೊಸೆಗೆ ಕೇಳಿದ್ದಾಗೆ ನಾವು ಓದುತ್ತೇವೆ. അവൾക്ക് അവിടെ സംഭവിച്ചതായ കാര്യങ്ങളൊക്കെയും അവൾ വളരെ ഹൃദ്യമായ രീതി മാതാവിനോട് പറഞ്ഞപ്പോൾ, അവൾ നമുക്ക് ആ യജമാനൻ നമ്മുടെ ചാർച്ചക്കാരിൽ ഒരുത്തനാണ്, നീ വേറെ വയലിൽ എങ്ങും പോകണ്ട, നീ അവിടെ തന്നെ കാലാപെറുക്കിയ മതി എന്ന് പറഞ്ഞ് അവളെ ഉറപ്പിച്ചു. ಅವಳು ಹೇಳುವಂತಹ ಮಾತಿಗೆ ಅತ್ತೆ ಹೇಳಿದ ಮಾತು ಏನೆಂದರೆ, ಆ ವ್ಯಕ್ತಿಯು ನಮ್ಮ ಬಂಧುವೇ ಆಗಿದ್ದಾನೆ, ಆ ಹೊಲದಲ್ಲೇ ನೀನು ಎಕ್ಕಬೇಕು, ಬೇರೆ ಎಲ್ಲೂ ನೀನು ಹೋಗಬಾರದು ಎಂಬುದಾಗಿ ಹೇಳಿದ್ದಾಗೆ ನೋಡುತ್ತೇವೆ. ദൈവജനമേ, നമ്മുടെ വീണ്ടെടുപ്പുകാരന്റെ വയലിലാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവസഭയോട് ബന്ധപ്പെട്ടിരിക്കുന്ന വീണ്ടും ജനിക്കപ്പെട്ട ദൈവ വൈതലേ, ദൈവസഭ എന്ന് പറയുന്ന കർത്താവിനാൽ സ്ഥാപിതമായിരിക്കുന്ന ആ നല്ല വയലിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ದೇವರ ಸಭೆ ಎಂಬ ಕರ್ತನಿಂದಲೇ ಸ್ಥಾಪಿತವಾದಂತ ಆ ಸಭೆಗೆ, ಆ ಕ್ರಿಸ್ತನ ಅನ್ಯೋನ್ಯತೆಗೆ ದೇವರು ತಾನೇ ನಮ್ಮನ್ನು ಕರೆದುಕೊಂಡು ಬಂದಿದ್ದಾನೆ. ഹല്ലേലൂയ. അവിടെ വെറും യവം മാത്രമല്ല ലഭിക്കുന്നത്. അവിടെ ലഭിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നല്ല ഒരു വീണ്ടെടുപ്പുകാരനെ കണ്ടെത്തുവാനും ഒരു സ്നേഹവാനായ ഒരു വീണ്ടെടുപ്പുകാരനോടുള്ള വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള ഭാഗ്യം രൂത്തിന് ലഭിച്ചു. ಅಲ್ಲಿ ಕೇವಲ ಜವಗೋಧಿ ಮಾತ್ರವಲ್ಲ, ಒಬ್ಬ ವಿಮೋಚಕನಾದಂತ ಆತನೊಟ್ಟಿಗೆ ಸಂಬಂಧವೇರ್ಪಟ್ಟ ಒಳ್ಳೆಯ ನಾಯಕನಾಗಿ ಪಡಕೊಳ್ಳುವಂತ ಅನುಭವ ಅವಳಿಗೆ ಉಂಟಾಯಿತು. ദൈവജനം ദൈവത്തിങ്കലേക്ക് പ്രത്യാശയോടെ മടങ്ങിയെത്തിയാൽ അവർക്ക് വേണ്ടി ദൈവം കരുതുന്ന മഹത്തായ ഒരു സ്ഥലമാണ് ദൈവത്തിന്റെ സഭ. ದೇವಜನರು ದೇವಸ್ಥಾನದಲ್ಲಿ ನಿರೀಕ್ಷೆಯಿಂದ ಬರುವುದಾದರೆ ಅವರಿಗೋಸ್ಕರವಾಗಿ ಸಿದ್ಧ ಮಾಡಿ ಕೊಡಲ್ಪಡಬೇಕಾದ ಮೇಲುಗಳು ಸಿಕ್ಕುವಂತಹ ಒಂದು ಸ್ಥಳವಾಗಿದೆ ಸಭೆ ಎನ್ನುವುದು. സങ്കീർത്തന 87 സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ വചനത്തിൽ പറയുന്നു, നിന്റെ ഉറവകളൊക്കെയും എന്നിലാകുന്നു എന്ന് സംഗീതക്കാര് നൃത്തം ചെയ്യുന്നവർ ഒരുപോലെ പറയും. ನಿನ್ನ ಜೀವಜಲದ ಹೊರತೆಗಳೆಲ್ಲ ನಿನ್ನಲ್ಲೇ ಎಂಬುದಾಗಿ ಕೀರ್ತನೆಗಾರರು ನೃತ್ಯ ಮಾಡುತ್ತಾ ಹೇಳುವಂತ ಮಾತನ್ನು 87ನೇ ಕೀರ್ತನೆಯ ಕಡೆಯ ವಾಕ್ಯದಲ್ಲಿ ನಾವು ಗಮನಿಸುತ್ತೇವೆ. അവിടെയാണ്
ആലയത്തിലെ നന്മ, ಆಲಯത്തിൽ ಅನೇಕ ಉರವಗಳುಂಟು. ಅಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ ಆಲಯದ ಮೇಲುಗಳು ಅಥವಾ ಆಲಯದ ಅನೇಕ ಹೊರತೆಗಳನ್ನು ನಾವು ಕಾಣುವರಾಗಿದ್ದೇವೆ. ക്രിസ്തീയ ജീവിതത്തിലെ അനുഗ്രഹമെല്ലാം ലഭ്യമായി തീരുന്ന ഉറവ ദൈവത്തിന്റെ ആലയത്തിലാണ്. ಕ್ರಿಸ್ತ ಜೀವಿತದ ಎಲ್ಲಾ ಮೇಲುಗಳು ಲಭ್ಯವಾಗುವಂಥದ್ದು ದೇವರ ಆಲಯದಲ್ಲೇ ಆಗಿದೆ. ദൈവം ആലയത്തിലെ നടൽപ്പെട്ട സസ്യങ്ങളാക്കി നമ്മെ തീർത്താൽ എല്ലാ നന്മയുടെ ഉറവുകളും ആലയത്തിൽ നിന്ന് നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്നു. ದೇವಾಲಯದಲ್ಲಿ ಸಸಿಗಳಾಗಿ ನಾವು ನೆಡಲ್ಪಟ್ಟರೆ ಆಲಯದಿಂದ ಸಿಗಬೇಕಾದ ಎಲ್ಲಾ ಮೇಲುಗಳನ್ನು ನಾವಾಗೆ ಅನುಭವಿಸಲು ನಮಗೆ ಸಾಧ್ಯವಾಗುತ್ತದೆ. ഈ നിമിഷം പറയുവാനുള്ളത്, ഞാനും ഒരു ലോകമയത്വത്തിൽ, ലോക സന്തോഷത്തിൽ ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു. ಒಂದು ಕಾಲದಲ್ಲಿ ನಾನು ಲೋಕಮಯವಾದಂತ ಲೋಕದ ಸಂತೋಷದಲ್ಲಿ ಜೀವಿಸಿದಂತ ಒಂದು ಕಾಲವಿತ್ತು. എന്നാൽ ഭാഗ്യവശാൽ ഒരു ദൈവ പൈതലായി തീരുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ಆದರೆ ದೇವರ ಕೃಪೆಯಿಂದ ಒಬ್ಬ ದೇವರ ಮಗನಾಗಿ ತೀರುವಂತ ಭಾಗ್ಯ ಸಿಕ್ಕಿತು. അന്ന് മുതലേ ദൈവത്തിന്റെ സഭയെ, ദൈവജനത്തെ സ്നേഹിച്ച് ദൈവത്തോട് ഒന്നിച്ച് ജീവിച്ചതിനാൽ ദൈവത്തിങ്കിൽ നിന്ന് അനേക നന്മകൾ പ്രാപിപ്പാനിടയായിತು. ದೇವರ ಸಭೆಯನ್ನು, ದೇವರ ಜನರನ್ನು ಪ್ರೀತಿಸಿ ಜೀವಿಸಿದ್ರಿಂದ ಆ ಮೂಲಕವಾಗಿ ಅನೇಕ ಮೇಲುಗಳನ್ನು ಹೊಂದಿಕೊಳ್ಳಲು ಸಾಧ್ಯವಾಯಿತು. നല്ല ഒരു കുടുംബജീവിതം ദൈവം ഞങ്ങൾക്ക് തന്നു. ಒಂದೊಳ್ಳೆ ಕುಟುಂಬ ಜೀವಿತವನ್ನು ದೇವರು ನಮಗೆ ಕೊಟ್ಟನು. നല്ല മക്കളെ ദൈവം നൽകി. ಒಳ್ಳೆ ಮಕ್ಕಳನ್ನು ದೇವರು ದಯಪಾಲಿಸಿದನು. അവർക്കൊക്കെയും നല്ല ഭാവി ദൈവം നൽകി. ಅವರಿಗೆಲ್ಲ ಒಳ್ಳೆಯದಾದ ಭವಿಷ್ಯ ಜೀವಿತವನ್ನು ದೇವರು ತಾನೇ ಕೊಟ್ಟನು. അനേക സന്ദർഭങ്ങളിൽ മരണത്തിന്റെ കൂരിരുൾ താഴ്വരയിൽ കൂടി യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ಅನೇಕ ಸಾರಿ ಮರಣದ ಕಾರ್ಗತ್ತಲೆಯ ಅನುಭವದಲ್ಲಿ ಪ್ರಯಾಣ ಮಾಡಬೇಕಾದ ಅನುಭವ ಉಂಟಾಗಿತ್ತು. നായകനായ അത്ഭുത മന്ത്രിയായ കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണ ഭരവസയിട്ട് ജീവിച്ചത് കാരണത്താൽ ദൈവം ദീർഘായുസ്സും സമാധാനവും ഒക്കെ നൽകി അനുദിനം ഞങ്ങളെ പരിപാലിക്കും. ಅದ್ಭುತ ಸ್ವರೂಪನಾದ ದೇವರಲ್ಲೇ ಪೂರ್ಣವಾದ ಭರವಸೆ ಬಿಟ್ಟು ಜೀವಿಸಿದ್ರಿಂದ ದೇವರವೆಲ್ಲವುಗಳಿಂದ ಬಿಡಿಸಿ ಆಯುಷನ್ನು ಕೊಟ್ಟು ಈವರೆಗೆ ಕಾಪಾಡಿದ್ದಾರೆ. ഏതെല്ലാം ഭയാനകരമായ പരിതസ്ഥിതികളെ തരണം ചെയ്തു. ಏನೆಲ್ಲ ಭಯಾನಕರವಾದಂತಹ ಪರಿಸ್ಥಿತಿಗಳನ್ನು ಎದುರಿಸಬೇಕಾಗಿ ಬಂದಿತ್ತು. 40-45 വർഷങ്ങൾക്ക് മുൻപേ എന്റെ പ്രിയപ്പെട്ടവൾ ഈ ലോകത്തുനിന്ന് മാറിപ്പോകുന്നതായിരുന്നു. 45 ವರ್ಷಗಳ ಹಿಂದೆ ನನ್ನ ಪ್ರಿಯ ಪತ್ನಿಯು ಲೋಕವನ್ನೇ ಬಿಟ್ಟು ಅಗಲಬೇಕಾದ ಸಂದರ್ಭ ಬಂದಿತ್ತು. അവള് മാത്രമല്ല, ആ സന്ദർഭത്തിൽ അവിടെ ഉദരത്തിൽ ഒരു പെൺപൈതലും ഉണ്ടായിരുന്നു. ಅವರು ಮಾತ್ರವಲ್ಲ, ಅವರ ಹೊಟ್ಟೆಯಲ್ಲಿ ಒಂದು ಹೆಣ್ಣು ಮಗು ಸಹ ಇತ್ತು. ആ മകളാണ് ഇന്ന് ആസ്ട്രേലിയയിലുള്ള ജോയ്സ്. ಆ ಹೆಣ್ಣು ಮಗಳಾಗಿದ್ದಾಳೆ ಇಂದು ಆಸ್ಟ್ರೇಲಿಯಾದಲ್ಲಿದ್ದ ಜೋಯ್ಸ್. ആ രണ്ട് ജീവനെ ദൈവം മടക്കി തന്നു. 2 ಜೀವಗಳನ್ನು ದೇವರು ಹಿಂದಿರುಗಿ ದಯಪಾಲಿಸಿದರು. അത് മാത്രമല്ല, എന്റെ ആദ്യജാതനായ പ്രൈസ്, അവൻ കടലിൽ, അറേബ്യൻ കടലിൽ ചുഴലിയിൽ അകപ്പെട്ടവനാണ്. ಅದು ಮಾತ್ರವಲ್ಲ, ನನ್ನ ಮೊದಲನೆಯ ಮಗನಾದ ಪ್ರೈಸ್ ಅಬ್ರಹಾಂ ಆ ಅರೇಬಿಯನ್ ಸಮುದ್ರದಲ್ಲಿ ಸುಳಿಯಲ್ಲಿ ಸಿಕ್ಕಿ ಹಾಕಿಕೊಂಡಿದ್ದನು. ദൈവം അവനെയും മരണത്തിന്റെ താഴ്വരയിൽ നിന്ന് വിടുവിച്ചു. ದೇವರು ಅವನನ್ನು ಸಹ മരണದ ತಗ್ಗಿನಿಂದ ಬಿಡಿಸಿದ್ದಾರೆ. മറ്റൊരു മകൻ ശുശ്രൂഷയ്ക്കായിട്ട്
പോയി മടങ്ങി വരുമ്പോൾ കാർ ആക്സിഡന്റ് സംഭവിച്ച് അവനും അവൻ്റെ കുഞ്ഞുങ്ങളും അവൻ്റെ ഭാര്യയും ആ കാറിൽ അടിവില്ലിൽ അകപ്പെട്ട എലിയെ പോലെ ಮುರಿವೇಲ್ಕಪಟ್ಟವರಾയി കഴിഞ്ഞು. ಎರಡನೇ ಮಗನು ಸೇವಾ ಸಂಬಂಧವಾಗಿ ಹೋಗಿ ಹಿಂದಿರುಗಿ ಬರುತ್ತಾ ಸಂದರ್ಭದಲ್ಲಿ ವಾಹನ ಅಪಘಾತಕ್ಕೆ ಒಳಗಾಗಿ ಭಯಂಕರವಾದ ಪೆಟ್ಟುಗಳನ್ನು ತಿಂದು ಕಷ್ಟ ಅನುಭವಿಸಿ ವಾಹನದಲ್ಲೇ ನೋವನ್ನು ಅನುಭವಿಸಿ ಉಳಿದುಕೊಳ್ಳಬೇಕಾದ ಪರಿಸ್ಥಿತಿ ಉಂಟಾಗಿತ್ತು. ആ ഭയങ്കരമായ പരിതസ്ഥിതിയിൽ ദൈവദൂതനെ ദൈവം അയച്ച് അവരെ രക്ഷിച്ച വലിയ സംഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ಆ ಭಯಂಕರವಾದ ಅಪಘಾತ ಮಧ್ಯದಲ್ಲಿ ದೇವರ ದೂತನ್ನೇ ಕಳಿಸಿ ದೇವರು ಅವರನ್ನು ರಕ್ಷಿಸಿ ಪಾರು ಮಾಡಿದ ಒಂದು ಒಳ್ಳೆಯ ಸಂಭವ ನಮ್ಮ ಜ್ಞಾಪಕಕ್ಕೆ ಬರ್ತಾ ಇದೆ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും പല സന്ദർഭങ്ങളിൽ ഇതുപോലെയുള്ള പരിതസ്ഥിതികൾ നേരിട്ടിട്ടുണ്ട്. എന്നാൽ ആ സന്ദർഭങ്ങളിലൊക്കെയും നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ രക്ഷകൻ, സമാധാന പ്രഭുവായ കർത്താവ് ഞങ്ങളോട് കൂടെ ഇരുന്നതിനാൽ ഹല്ലേലൂയ, ജീവനുള്ളവരുടെ ദേശത്ത് സാക്ഷികളാകുവാൻ ദൈവം ഭാഗ്യം നൽകി. ನಮ್ಮ ಮಕ್ಕಳು ಅನೇಕರಿಗಿಂತ ಪರಿಸ್ಥಿತಿಗಳು ಅನೇಕ ಸಾರಿ ಉಂಟಾಗಿದ್ದಾಗ್ಯೂ ಜೀವದ ನಾಯಕನಾದ ಕರ್ತನು, ಅದ್ಭುತ ಸ್ವರೂಪನಾದ ಕರ್ತನು ಸಹಾಯದಿಂದ ಜೀವವುಳ್ಳ ದೇಶದಲ್ಲಿ ಇನ್ನೂ ಆರೋಗ್ಯಪೂರ್ಣರಾಗಿ ಜೀವಿಸುವ ಹಾಗೆ ದೇವರು ಸಹಾಯ ಮಾಡಿದ್ದಾನೆ. ഇതിനെല്ലാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉള്ളം തുറന്നു സ്നേഹിപ്പാനും അവനെ പിൻപറ്റുവാനും അവനിൽ മാത്രം പ്രത്യാശയുള്ളവരായി ജീവിപ്പാനും ഇടയായത് നിമിത്തമാണ് ഈ ഭാഗ്യങ്ങളൊക്കെയും ಲಭ್ಯമായി തീർന്നത്. ಇವೆಲ್ಲದಕ್ಕೂ ಮುಖ್ಯ ಕಾರಣವೇಂದ್ರೆ ಹೃದಯ ತೆರೆದು ದೇವರನ್ನು ಪ್ರೀತಿಸುವ ಹಾಗೆ, ಹೃದಯಂತರಾಳದಿಂದ ಆತನ್ನು ಸೇವಿಸುವ ಹಾಗೆ, ಆತನಲ್ಲೇ ಪೂರ್ಣ ಭರವಸೆಟ್ಟು ಜೀವಿಸುವ ಹಾಗೆ ಜೀವಿಸಿದ್ದರಿಂದ ಇವೆಲ್ಲವೂ ಸಹಾಯವು, ಇವೆಲ್ಲ ಮೇಲುಗಳನ್ನು ನಾವು ಹೊಂದಿಕೊಂಡಿದ್ದೇವೆ. ആ പാട്ടുകാരനോട്, സങ്കീർത്തനക്കാരനോട് ചേർന്ന് എപ്പോഴും പറയുവാനുള്ള ഒറ്റ പാട്ട് ഇത് മാത്രമാണ്: എൻ്റെ ഉറവകളൊക്കെയും നിന്നിലാകുന്നു എന്ന് സംഗീതക്കാരൻ നൃത്തം ചെയ്യുന്ന ഒരുപോലെ പറയും. ಕೀರ್ತಗಾರರು ನೃತ್ಯ ಮಾಡಿ ಆತಡುತ್ತಾ ಹಾಡು ಏನೆಂದರೆ, ನನ್ನ ಜೀವ ಜಲದ ಹೊರತೆಗಳು ಯಾವಾಗಲೂ ನಿನ್ನಲ್ಲೇ ಅವೇ ಎಂಬುದಾಗಿ ನಾವು ಸಾಡುವರಾಗಿದೆ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന് അവനെ ഉള്ളം തുറന്ന് പരമാർത്ഥമായി സ്നേഹിച്ചാൽ ദൈവം നിന്നെ മാനിക്കും എന്നുള്ളതാണ്. ನನ್ನ ವಾಕ್ಯನ ಕೇಳುವ ಪ್ರಿಯರಾದವರೇ, ಆತನ ಸಂಧಾನಕ್ಕೆ ಹಿಂದಿರುಗಿ ಬಂದು ಪೂರ್ಣ ಹೃದಯದಿಂದ ಆತನ ಆಶ್ರಯಿಸಿ ಆತನ ಮಾತ್ರವೇ ಆಶ್ರಯ ಮಾಡಿಕೊಂಡು ಭರವಸೆ ಉಳ್ಳವರಾಗಿ ಜೀವಿಸುವುದಾದರೆ ನಿಮ್ಮೆಲ್ಲರನ್ನು ಸಹ ದೇವರು ತಾನೇ ബലപ്പെടുത്തുവാനാಗಿದ್ದಾನೆ, സഹായ ಮಾಡಿ ನಡೆಸುವನಾಗಿದ್ದಾನೆ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഭാഗ്യകരമായ പ്രത്യാശ, നന്മകൾ എത്ര വലുതാണ്. ದೇವರನ್ನು ಪ್ರೀತಿಸುವವರಿಗೆ ದೇವರು ಕೊಡುವಂತಹ ಭಾಗ್ಯಕರವಾದ ನಿರೀಕ್ಷೆಗಳು, ಮೇಲುಗಳು ಎಷ್ಟೋ ದೊಡ್ಡದಾಗಿದೆ. ഇസ്രായേലിൽ ജനമെല്ലാം ഇഷ്ടം പോലെ യാത്ര ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. ಇಸ್ರಾಯೇಲಲ್ಲಿ ಜನರೆಲ್ಲ ತಮ್ಮ ಇಷ್ಟಾನುಸಾರವಾಗಿ ಪ್ರಯಾಣ ಮಾಡುವಂತ ಒಂದು ಕಾಲಗಳಿಗೆ ಇತ್ತು. എന്നാൽ ദെബോര ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ കഴിഞ്ഞുകൂടി. ಆದರೆ ದೆಬೋರಳು ದೇವರ ಸಂಧಾನದಲ್ಲಿ ಪ್ರಾರ್ಥನೆಯಿಂದಲೇ ದಿನ ಕಳೆದಳು ಎಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. ദെബോര ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ന്യായപാലനം ചെയ്തു. ದೆಬೋರಳು ದೇವರ ಜನರಿಗೋಸ್ಕರವಾಗಿ ന്യായപാലನೆ ಮಾಡಿದಳು. അവളെ കൊണ്ട് 40 വർഷം ഇസ്രായേലിന് സ്വസ്ഥത നൽകുവാനിടയായിട്ട്. ಅವಳ ಮೂಲಕವಾಗಿ 40 ವರ್ಷಗಳವರೆಗೆ ಇಸ್ರಾಯೇಲರಿಗೆ ಸ್ವಸ್ಥತೆ, ಸಮಾಧಾನವನ್ನು ಕೊಡಲಿಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. വലിയ ശത്രുവായിരിക്കുന്ന സീസറേയും ഇസ്രായേൽ ജനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ശത്രുക്കളെയും
അവിടെ കൈക്കീഴിൽ സംഹരിക്കപ്പെടുവാനിടയായിട്ടു. ದೊಡ್ಡ ಶತ್ರುವಾದ ಸೀಸರ್ನನ್ನು ಇಸ್ರಾಯೇಲ್ರಿಗೆ ವಿರುದ್ಧವಾಗಿ ಕೆಲಸ ಮಾಡುವ ಅನೇಕ ಶತ್ರುಗಳನ್ನು ಅವಳ ಕೈ ಕೆಳಗೆ ಬರುವ ಹಾಗೆ ಆಯಿತು. 40 വർഷം ഇസ്രായേൽ ജനത്തിന് സ്വസ്ഥത നൽകി. 40 ವರ್ಷಗಳ ಕಾಲ ಇಸ್ರಾಯೇಲ್ ಜನರಿಗೆ ಶಾಂತಿ ಸಮಾಧಾನ ಕೊಡಲ್ಪಟ್ಟಿತು. ദെബോര പാട്ടുപാടുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ ഒടുവിലായിട്ടൊരു പദം പറയുന്നു. അത് എൻ്റെ ഹൃദയത്തെ എപ്പോഴും വളരെയേറെ ആകർഷിച്ച ഒരു തിരുവചനമാണ്. ನ್ಯಾಯಸ್ಥಾಪಕರು 5ನೇ ಸಂಧಿಯ ಕಡೆಯ ಭಾಗದಲ್ಲಿ ಒಂದು ಹಾಡಿನ ಒಂದು ಪದವು ಬರೆಯಲ್ಪಟ್ಟಿದೆ. ಅದು ಯಾವಾಗಲೂ ನನ್ನ ಮನಸ್ಸಿಗೆ ಬಹಳ ಸಂತೋಷವನ್ನು ಉಂಟು ಮಾಡುವಂತ ಒಂದು ಭಾಗವಾಗಿ ನಾನು ನೋಡುತ್ತೇನೆ. അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ തന്നെ പിന്നെ ദേശത്ത് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. കർത്താവിനെ നിർമ്മലമായി പരിശുദ്ധമായി സ്നേഹിക്കുന്നവർക്ക് അവർക്ക് ദൈവം സൂര്യൻ നട്ടുച്ചയ്ക്ക് ശക്തമായി പ്രകാശിക്കുന്നത് പോലെ അവർ ലോകത്തിൽ പ്രകാശിക്കുമെന്നാണ് ആ പാട്ടിന്റെ അവസാനത്തിൽ ദെബോര പാടിയിരിക്കുന്നത്. 5ನೇ ಸಂಧಿಯ 31ನೇ ವಾಕ್ಯದಲ್ಲಿ ದೆಬೋರಳು ಆಡಿದ ವಾಕ್ಯ ಈ ಪ್ರಕಾರವಾಗಿದೆ. ಯೆಹೋವನೆಲ್ಲಾ ಶತ್ರುಗಳು ಇದರಂತೆಯೇ ನಾಶವಾಗಲಿ, ಆತನ ಭಕ್ತರು ಪ್ರತಾಪದಿಂದ ಉದಯಿಸುವ സൂര്യനെതിരിൽ ദേശದಲ್ಲಿ 40 ವರ್ಷ സമാധാനമിತ್ತು. നാം ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കണമെങ്കിൽ നാം കർത്താവിനെ പരമാർത്ഥമായി സ്നേഹിക്കണം. ഹല്ലേലൂയ. ಲೋಕದಲ್ಲಿ ಜ್ಯೋತಿರ್ಮಂಡಲಗಳ ಹಾಗೆ ನಾವು ಪ್ರಕಾಶಿಸಬೇಕಾದರೆ ನಮ್ಮ ಕರ್ತನ್ನು ഹൃദയപൂർവകವಾಗಿ ನಾವು സേവിಸುವಂತರಾಗಿರಬೇಕು. ദൈവത്തിന് സഭയ്ക്ക് വേണ്ടി നല്ല ആലോചനകൾ, നല്ല പ്രബോധനങ്ങൾ പ്രസ്താവിച്ചിരിക്കുന്ന പൗലോസ് പറയുകയാണ്, ഇത്ര നല്ല കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. ದೇವರ ಸಭೆಗೆ ಒಳ್ಳೆಯ ಆಲೋಚನೆಗಳನ್ನು ಒಳ್ಳೆಯ ಮಾತುಗಳನ್ನು ವ್ಯಕ್ತವಾಗಿ ತಿಳಿಸಿದ ಅಪೊಸ್ತಲನಾದ ಪೌಲನು ಹೇಳುವುದೇನೆಂದರೆ, ಅದನ್ನು ಅನುಸರಿಸದೇ ಇರುವನು ಆತನು ಶಾಪಗ್ರಸ್ತನು ಎಂಬುದಾಗಿ ಹೇಳುತ್ತಾನೆ. എന്നാ സ്നേഹിക്കുന്നവരോ 10 തലമുറ വരെ ശാപഗ്രസ്തരായിരുന്നാലും നിന്റെ ശാപത്തിൽ നിന്നും നിന്റെ പാപത്തിൽ നിന്നും നിന്നെ വിടുവിപ്പാൻ ഒരു സ്നേഹവാനായ യേശു നമുക്കുണ്ട്. ಆದರೆ ಅದನ್ನು ಪ್ರೀತಿಸುವವರಿಗಾದರೂ 10 ತಲೆಮಾರುಗಳಿಂದ ಶಾಪಗ್ರಸ್ತರಾದರೂ ಸಹ ನೀವು ಶಾಪದಿಂದ ನಿಮ್ಮ ಪಾಪದಿಂದ ನಿಮ್ಮನ್ನು ಬಿಡಿಸುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಯೇಸು ಕ್ರಿಸ್ತನು ಶಕ್ತನಾಗಿದ್ದಾನೆ ಎಂಬ ಮಾತು. ഈ നല്ല രക്ഷകനായ ബേത്ലഹേമിൽ നമുക്കായി ജനിക്കപ്പെട്ട യേശുക്രിസ്തുവിങ്കലേക്ക് മടങ്ങി വന്ന നവോമിയും രൂത്തും അവർക്ക് പറയുവാനുള്ളത് എന്തെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, അവൻ എത്ര നല്ലവൻ, എത്ര വലിയവൻ, എത്ര മഹത്വമുള്ളവൻ. ಈ ಒಳ್ಳೆಯ ಸ್ಥಳಕ್ಕೆ, ಒಳ್ಳೆಯ ರಕ್ಷಕನಾದ ಒಳ್ಳೆಯ ಸ್ಥಳಕ್ಕೆ ಹಿಂದಿರುಗಿ ಬೆತ್ಲೆಹೇಮಿಗೆ ಹಿಂದಿರುಗಿ ಬಂದಾದಂತ ರೂತಳು ನವೋಮಿಯು ಹೇಳುವಂತ ಒಂದು ಸತ್ಯವೇ ಅಂದ್ರೆ, ಆತನು ಎಷ್ಟು ಒಳ್ಳೆಯವನು, ಎಷ್ಟು ಒಳ್ಳೆಯ ರಕ್ಷಕನು, ಎಂತ ಸೌಭಾಗ್ಯಕರವಾದ ಅನುಭವ ಎಂಬುದಾಗಿ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധികം സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ദൈവം നൽകിയിരിക്കുന്നു എന്ന് പാട്ടുകാരനോട് ചേർന്ന് നമുക്ക് പാടാം. ಧಾನ್ಯ ದ್ರಾಕ್ಷಿಗಳು ಸಮೃದ್ಧಿಯಾಗಿ ಬೆಳೆದ ಅನುಭವಕ್ಕಿಂತಲೂ ಎಷ್ಟೋ ಆನಂದವನ್ನು ನಮ್ಮ ಹೃದಯದಲ್ಲಿ ಕೊಟ್ಟಿದ್ದಾನೆಂಬುದಾಗಿ ಹಾಡುಗಾರನೊಟ್ಟಿಗೆ ಸೇರಿ ನಾವು ಹಾಡೋಣ. ഹല്ലേലൂയ. രൂത്തിന് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നല്ല ഒരു വീണ്ടെടുപ്പുകാരൻ അവിടെ മണവാളനായി തീർന്നു. ರೂತಳಿಗೆ ಹೇಳಲಿಕ್ಕೆ ಒಂದೇ ವಿಷಯವೇನೆಂದ್ರೆ, ಒಂದು ಒಳ್ಳೆ ವಿಮೋಚಕನು ಆತನ ಮೊದಲಿಂಗನಾಗಿ ತೀರಿದನು ಎಂಬುದಾಗಿ. രൂത്ത് ബോവസിനെ കല്യാണം കഴിച്ചു. ರೂತಳು ಬೋಸನ್ಗೆ ಮದುವೆ ಮಾಡಿಕೊಂಡದಾಗಿ ಕಾಣುತ್ತೇವೆ. ബോവസ്
ಓಬೇದಿನೇ ಪ್ರಸವಿಸು. ಬೋಸ್ ಓಬೇದನ್ನು ಜನ್ಮ ಕೊಟ್ಟಿದ್ದಾಗೆ ನಾವು ಕಲಿತೇವೆ. ಓಬೇದ ಇಸಾಯಿಯೇ ಜನಿಪಿಸು. ಒಬಾದ ಇಷಯನಿಗೆ ಜನ್ಮ ಕೊಟ್ಟದಾಗಿ ನಾವು ಕಲಿತೇವೆ. ಇಸಾಯಿ ದಾವೀದಿನೇ ಜನಿಪಿಸು. ಇಷಯನು ದಾವೀದನಿಗೆ ಜನ್ಮ ಕೊಟ್ಟದಾಗೆ ನಾವು ಓದುತ್ತೇವೆ. ദാവീദിന്റെ സന്തതിയായ യേശു ക്രിസ്തു നമ്മുടെ രക്ഷകനായിട്ട്. ದಾವೀದನ ಸಂತತಿಯಾದಂತ ಯೇಸು ಸ್ವಾಮಿಯೇ ನಮ್ಮ രക്ഷകനാಗಿ തീരുന്നു. നല്ല ഒരു അവകാശത്തിലേക്ക് നാം കടന്നു വന്നതുകൊണ്ട് നാം എത്രമാത്രം നന്ദിയുള്ളവരായി ദൈവത്തെ സ്നേഹിക്കണം. ಒಂದೊಳ್ಳೆ ಬಾಧ್ಯತೆಗೆ ನಡೆಸಲ್ಪಟ್ಟವರಾದ ನಾವು ಬಹಳವಾಗಿ ಕರ್ತನ್ನು ಪ್ರೀತಿಸಿ ದೇವರನ್ನು ಸೇವಿಸಬೇಕಾಗಿದೆ. ഇതാരും സ്വന്തം അധ്വാനം കൊണ്ടോ പ്രാപ്തി കൊണ്ടോ നേടിയതല്ല. ಯಾರು ಸಹ ಸ್ವಂತವಾದ ದುಡಿಮೆಯಿಂದಾಗಲಿ ಸ್ವಂತವಾದ ಸಾಮರ್ಥ್ಯದಿಂದಾಗಲಿ ಏನನ್ನು ಪಡ್ಕೊಳ್ಳಲಿಲ್ಲ. ഹല്ലേലൂയ. അപ്പോസ്തലനായ വിശുദ്ധ പൗലുസ് ശൗലായിരിക്കുന്ന കാലത്ത് ഒരു മഹാനായി തീരണമെന്ന് വിചാരിച്ച് പ്രവർത്തിച്ച വ്യക്തിയായി. ಅಪೊಸ್ತಲನಾದ ಪೌಲನು ಒಂದು ಕಾಲದಲ್ಲಿ ಸವರನಾಗಿದ್ದ ಕಾಲದಲ್ಲಿ ಮಹಾನ್ ವ್ಯಕ್ತಿಯಾಗಿ ಏನನ್ನೋ ಪಡ್ಕೊಳ್ಳಬೇಕೆಂಬುದಾಗಿ ಚಿಂತಿಸಿದ ವ್ಯಕ್ತಿಯಾಗಿದ್ದ. ഒരു മഹാനായി തീരുവാനുള്ള, പ്രശംസിപ്പാനുള്ള, ജഡത്തിലും തനിക്ക് പ്രശംസിപ്പാൻ ഉണ്ട് എന്ന് പറയുവാനുള്ള എല്ലാ പദവിയും ഉണ്ടായിരുന്നു. ತನ್ನ ಶರೀರದಲ್ಲೂ ಸಹ ತನ್ನ ಜೀವಿತದಲ್ಲಿ ಹೊಂದಿಕೊಳ್ಳಬೇಕಾದಂತ ಪದವಿಗಳು ಎಲ್ಲ ಆತನಿಗೆ ಸೌಲನಿಗೆ ಆ ಕಾಲದಲ್ಲಿ ಇತ್ತು ಎಂಬುದಾಗಿ ನಾವು ಗಮನಿಸುತ್ತೇವೆ. ക്രിസ്തുവിനെ കണ്ടപ്പോൾ ആ പദവികളൊന്നും ശാശ്വതമായി തന്റെ ദൃഷ്ടിയിലും ഉണ്ടായിരുന്നില്ല. ತನ್ನ ಜೀವಿತದಲ್ಲಿದ್ದಂತೆ ಎಲ್ಲಾ ಪದವಿಗಳು ಕ್ರಿಸ್ತನ್ನು ಕಂಡುಕೊಂಡ ಮೇಲೆ ಯಾವುದು ಶಾಶ್ವತವല്ലെಂಬುದಾಗಿ ಆತನು ಎಣಿಸಿದ. അതുകൊണ്ട് പൗലോസ് പറയാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ಅದಕ್ಕೋಸ್ಕರವಾಗಿ ಅಪೊಸ್ತಲನಾದ ಪೌಲನು ಹೇಳುವ ಮಾತೇನೆಂದ್ರೆ, ನನ್ನ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಶಿಲುಬೆಯಷ್ಟು ಹೊರತು ಬೇರೆ ಯಾವ ವಿಷಯದಲ್ಲೂ ನನಗೆ ಹೆಚ್ಚಳ ಪಡುವುದು ಬೇಡವೇ ಬೇಡ. നവോമി ബേഥലഹേമിലേക്ക് മടങ്ങി വന്നപ്പോൾ ബേഥലഹേം പട്ടണത്തിലുള്ള ജനമെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട നവോമി മടങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ ആർപ്പോടുകൂടെ എതിരേൽപ്പാൻ കടഞ്ഞു. ನವೋಮಿ ಬೆತ್ಲೆಹೇಮಿಗೆ ಹಿಂದಿರುಗಿ ಬಂದಾಗ ನಮ್ಮ ಪ್ರಿಯಳಾದವಳು ಬೆತ್ಲೆಹೇಮಿಗೆ ಹಿಂದಿರುಗಿ ಬಂದಿದ್ದಾಳೆಂಬುದಾಗಿ ಬಹಳ ಹಾರ್ದಿಕವಾಗಿ ಅವಳನ್ನು ಸ್ವಾಗತಿಸಿದ್ದು, ಅವಳನ್ನು ಸಂತೋಷ ಸ್ವೀಕರಿಸಿದ್ದಾಗಿ ನಾವು ಕಲಿತೇವೆ. പക്ഷെങ്കിൽ നവോമിയുടെ വായിൽ നിന്ന് വന്നത് എന്താണ്? ഞാൻ പോകുമ്പോൾ നിറഞ്ഞവളായിട്ട് കടന്നുപോയി, ഇപ്പോൾ ഒഴിഞ്ഞവളായി മടങ്ങി വന്നിരിക്കുന്നു. ಆದ್ರೆ ನವೋಮಿಯ ಬಾಯಿಂದ ಬಂದಂತ ಮಾತೇನು, ಹೋದಾಗ ನಾನು ತುಂಬಲ್ಪಟ್ಟವಳಾಗಿ ಹೋಗಿದ್ದೆನು, ಹಿಂದಿರುಗಿ ಬಂದಾಗ ಬರಿದಾದ ಅನುಭವದಲ್ಲಿ ನಾನು ಹಿಂದಿರುಗಿ ಬಂದಿದ್ದೇನೆ. നല്ല ഒരു ഭർത്താവും നല്ല രണ്ട് ആൺമക്കളും, ಒಂದೊಳ್ಳೆ ಗಂಡನು, ಇಬ್ಬರು ಗಂಡು ಮಕ್ಕಳು, നിറഞ്ഞ കുടുംബം, ತುಂಬಲ್ಪಟ್ಟಂತ ಒಂದು ಕುಟುಂಬ. എന്നാൽ മടങ്ങി വന്നപ്പോൾ ഇനി എന്നെ നവോമി എന്ന് ആരും വിളിക്കരുത്, മാറ, കൈപ്പേറിയ അനുഭവത്തിലാണ് അവൾ മടങ്ങി വന്നത്. ಹಿಂದಿರುಗಿ ಬಂದಾಗ ಹೇಳುವಂತ ಮಾತು, ನನ್ನ ನವೋಮಿ ಎಂದು ಕರೆಯಬಾರದು, ಮಾರ ಎಂಬುದಾಗಿ ಕರೆಯಬೇಕು, ಕಹಿಯಾದ ಅನುಭವದಿಂದ ತುಂಬಲ್ಪಟ್ಟವಳೆಂಬುದಾಗಿ. എന്നാൽ മാറായെ മധുരമാക്കുന്ന ദൈവം അവിടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുകയും അവിടെ അവകാശത്തിലേക്ക് മടങ്ങി വന്ന് അപ്പത്തിന്റെ ഭവനമായ ബേഥലഹേമിൽ സന്തോഷത്തിന്റെ ഭവനത്തിൽ മടങ്ങിയെത്തുവാൻ അവൾക്ക് ഭാഗ്യം ലഭിച്ചു. ಆದರೆ ಮಾರಾವನ್ನು ಕಹಿಯನ್ನು ಸಿಹಿಯನ್ನಾಗಿ ಮಾಡುವಂತಹ ಕರ್ತನು ಅವಳ ರೊಟ್ಟಿಯ ಮನೆಗೆ ಹಿಂದಿರುಗಿ ಬಂದು ಅವಳ ದುಃಖವನ್ನೆಲ್ಲ ಪರಿಹರಿಸಿ ಸಂಪೂರ್ಣ ಸಂತೋಷ ತುಂಬುವ ಹಾಗೆ ಮಾಡಿದನೆಂಬುದಾಗಿ ನಾವು ಕಲಿಯರಾಗಿದೆ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പ്രസ്താവിക്കുന്നു, ആരും ഒന്നിലും പ്രശംസിക്കരുത്. ನನ್ನನ್ನು ಕೇಳುವಂತಹ ಪ್ರಿಯರಾದವರಿಗೆ ಮುಖ್ಯವಾಗಿ ರಾತ್ರಿ ಕಾಲ ತಿಳಿಸುವುದೇನೆಂದ್ರೆ, ಯಾರು ಯಾವ ವಿಷಯದಲ್ಲೂ ಸಹ ಹೆಚ್ಚಳ ಪಡಬಾರದು. ദൈവത്തിന്റെ നല്ല പ്രവാചകനായ യിരെമ്യാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു,
ആരും ഒന്നിലും പ്രശംസിക്കരുത്. ದೇವರ ಒಳ್ಳೆ ಪ್ರವಾದಿಯಾದ ಯೆರೆಮೀಯನು ಪ್ರವಾದಿಸುತ್ತಾನೆ, ಯಾರು ಯಾವುದರಲ್ಲೂ ಸಹ ಯಾವಾಗಲೂ ಹೆಚ್ಚಳ ಪಡಬಾರದು. യെരമ്യാ പ്രവചനം 9-ാം അധ്യായം അതിന്റെ 24-ഉം 25-ഉം വചനം വായിക്കുമ്പോൾ അവിടെ പ്രത്യേകമായി ചില വിഷയങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുതേ, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുതേ, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുതേ. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ನಮ್ಮ ದೇವರನ್ನು ಗ್ರಹಿಸಿ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುವುದರಲ್ಲಿ ಮಾತ್ರವೇ ನಾವು ಹೆಚ್ಚಳ ಪಡುವವರಾಗಿರಬೇಕು. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ. ദൈവത്തെ കുറിച്ച് ഗ്രഹിച്ചറിയുവാൻ തക്കവണ്ണമുള്ള ദർശനം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണം. ನಮ್ಮ ದೇವರನ್ನು ಗ್ರಹಿಸಿ ತಿಳಿದುಕೊಳ್ಳುವಂತಹ ದರ್ಶನವನ್ನು ವ್ಯಕ್ತಿಗತವಾಗಿ ನಾವು ಹೊಂದಿಕೊಳ್ಳಬೇಕು. രൂത്തിന് അതുണ്ടായി. ರೂತಳಲ್ಲಿ ಇದು ಸಂಭವಿಸಿತ್ತು. രൂത്തിനോട് തന്റെ യജമാനനായ ബോവസ് പറയാണ്, നിന്നെ കുറിച്ചുള്ള കേൾവി, നീ അമ്മായിയമ്മയോട് ചെയ്തതും പ്രവർത്തിച്ചതും ഒക്കെ ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ರೂತಳ ಕುರಿತಾಗಿ ಹೇಳುವಾಗ, ನೀನು ಅತ್ತೆಯೊಟ್ಟಿಗೆ ಮಾಡಿದ್ದು ನಡ್ಕೊಂಡಿದ್ದು ಎಲ್ಲವನ್ನು ನಿನ್ನ ಕುರಿತಾಗಿರುವ ಕೇಳುವಿಕೆ ಎಲ್ಲವನ್ನು ನಾವು ಅರ್ಥ ಮಾಡಿಕೊಂಡಿದ್ದೆ ಎಂಬುದಾಗಿ ಹೇಳುವಂತಹ ಮಾತು. രൂത്ത് ഒരു പ്രശംസാ വിഷയമായിരുന്നു. ರೂತಳು ಒಂದು ಹೆಚ್ಚಳ ಪಡುವಂತ ವಿಷಯವಾಗಿ ಮಾರ್ಪಟ್ಟಳು. ആമേൻ. അവർ ഇസ്രായേൽ ഗ്രഹത്തിന് ഒരനുഗ്രഹമായി ദൈവം അവരെ നിയമിച്ചു. ಇಸ್ರಾಯೇಲ್ ಮನೆಗೆ ಒಂದು ಆಶೀರ್ವಾದವಾಗಿ ದೇವರು ಅವರನ್ನು ನೇಮಿಸಿದ್ದಾಗೆ ನೋಡುತ್ತೇವೆ. ഇസ്രായേലിലെ മൂപ്പന്മാര് ബോവസിനെയും രൂത്തിനെയും അടുക്കൽ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു പദം ഇതാണ്, ഹല്ലേലൂയ, നിന്നെ ദൈവം ഹല്ലേലൂയ പേരസിന്റെയും ഹല്ലേലൂയ തമാറിന്റെയും കുടുംബത്തെ പോലെ ഇസ്രായേലിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ എന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ಪೇರಜನ ಮತ್ತು ತಾಮಾರನ ಕುಟುಂಬದ ಹಾಗೆ ನೀವು ಆಶೀರ್ವಿಸಲ್ಪಡಿರಿ ಎಂಬುದಾಗಿ ಹಿರಿಯರು ಅವರನ್ನು ಆಶೀರ್ವದಿಸಿದ್ದಾಗೆ ನಾವು ಕಾಣುವರಾಗಿದೆ. ദൈവത്തെങ്കിലേക്ക് നാം മടങ്ങി വന്നാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. ದೇವರಲ್ಲಿ ನಾವು ಹಿಂದಿರುಗಿ ಬರುವುದಾದರೆ ನಾವು ಆಶೀರ್ವಿಸಲ್ಪಡುವರಾಗಿ ತೀರುತ್ತೇವೆ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ಹಾಲೆಲೂಯ. നല്ലൊരു അവകാശം നമുക്ക് ലഭ്യമാക്കുവാൻ സാധിക്കും. ಒಳ್ಳೆಯ ಒಂದು ಬಾಧ್ಯತೆಯು, ಒಂದು ಒಳ್ಳೆಯ ಸ್ವಾಸ್ಥ್ಯವು ನಮಗೆ ಸಿಕ್ಕುತ್ತದೆ. ആ ദിവ്യമായ ഭാഗ്യം ലഭിക്കപ്പെട്ട ദൈവമക്കളെ, ഹല്ലേലൂയ, നാം നന്ദിയുള്ളവരായി കർത്താവിനെ സ്നേഹിക്കുക. ഹല്ലേലൂയ. ಆ ഹല്ലേലൂയ. ಒಳ್ಳೆಯ ಬಾಧ್ಯತೆಯನ್ನು ಹೊಂದಿಕೊಂಡವರಾದ ದೇವರ ಮಕ್ಕಳಾದ ನಾವು ಕೃತಜ್ಞತೆ ಉಳ್ಳವರಾಗಿ ದೇವರನ್ನು ಸ್ತುತಿಸೋಣ. ആമേൻ. ജക്കായി യേശുവിലേക്ക് വന്നപ്പോൾ ജക്കായിയോട് ദൈവം പറഞ്ഞത്, നീയും അബ്രഹാമിന്റെ കുടുംബത്തിൽ പെട്ടവരാകയാൽ നിന്റെ കുടുംബത്തിന് രക്ഷ വന്നിരിക്കുന്നു. ನಾವು ನೋಡುತ್ತೇವೆ, ಜಕ್ಕಾಯನು ಯೇಸು ಸ್ವಾಮಿಯಲ್ಲಿ ಬಂದಾಗ ಜಕ್ಕಾಯನಿಗೆ ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದ ಮಾತು, ನೀನು ಅಬ್ರಹಾಮನ ವಂಶೀಕರಲ್ಲವೇ, ಹಿಂದೆ ನಿನಗೆ ರಕ್ಷಣೆ ಉಂಟಾಯಿತು ಎಂಬುದಾಗಿ. യാക്കോബിന്റെ ഉറവയിലേക്ക് മടങ്ങി വന്ന ശമരിയാക്കാരത്തി സ്ത്രീ, ഹല്ലേലൂയ, കർത്താവിന്റെ രാജ്യത്തിന്റെ ശുശ്രൂഷകയായി അനുഗ്രഹിക്കപ്പെട്ടവളായിട്ട്. ಯಾಕೋಬನ ಹೊರತಾಗಿ ಹಿಂದಿರುಗಿ ಬಂದಂತಹ ಸಮಾರ್ಯ ಸ್ತ್ರೀ ಕರ್ತನ ರಾಜ್ಯದಲ್ಲಿ ಆಶ್ರಯಿಸಲ್ಪಟ್ಟ ಸೇವಕಿಯಾಗಿ ಮಾರ್ಪಟ್ಟಳೆಂಬುದಾಗಿ ಕಾಣುತ್ತೇವೆ. ആര് ദൈവത്തിങ്കിലേക്ക് യഥാസ്ഥാനപ്പെട്ട് മടങ്ങി വരുന്നുവോ അവരെ ദൈവം ആദരിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ಯಾರು ದೇವರ ಸದಾಲ್ಲಿ ಯಥಾಸ್ಥಿತಿಗೆ ಬಂದು ದೇವರನ್ನು ಆಶ್ರಯಿಸುತ್ತಾರೋ ಅವರನ್ನು ದೇವರು ಆಶ್ರಯಿಸುತ್ತಾನೆ ಎಂಬುದಾಗಿ ಹೇಳಿಕೊಂಡು ಈ ವಾಕ್ಯದ ಮೂಲಕವಾಗಿ ದೇವರು ಆಶ್ರಯಿಸಲೆಂಬುದಾಗಿ ತಿಳಿಸುವರಾಗಿದೆ. നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല മടങ്ങി വരവുണ്ടാകട്ടെ. ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಒಂದು ಯಥಾರ್ಥವಾದ ಹಿಂದಿರುಗಿ ಬರೋಣ ಬೇಕಾಗಿದೆ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.